ജൂലൈ 1 ജില്ലയ്ക്ക് 67ാം പിറന്നാൾ. കൊച്ചി രാജവംശമില്ലാതെ തൃശൂരിന്റെ ചരിത്രമില്ല. പ്രൌഢമായ ഭൂതകാല പെരുമയുടെ നേർക്കാഴ്ചയായി ശക്തൻ കൊടിമരം ഇന്നും തൃശൂരിന്റെ കഥ പറയുന്നു. രാജവാഴ്ചയുടെ കാലം ഇന്ന് ചരിത്രമാണ്. എന്നാൽ തൃശൂരിനെ ഇന്ന് കാണുന്ന തൃശൂരാക്കിയതിനു പിറകിൽ കൊച്ചി രാജവംശത്തിന്റെ, പ്രത്യേകിച്ച് ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന രാമവർമ്മ രാജാവിന്റെ വലിയ പങ്കുണ്ട്. കൃഷിയിലും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലും പാതകൾ നിർമ്മിക്കുന്നതിലും തണ്ണീർ പന്തലുകൾ ഒരുക്കുന്നതിലും ശക്തന്റെ ദീർഘവീക്ഷണങ്ങൾ ഇന്നും തൃശൂരിൽ നേർക്കാഴ്ചകളാണ്. കൊച്ചി രാജ്യം ഭരിച്ചത് തൃശൂരിൽ നിന്ന് തന്നെയായിരുന്നു. വടക്കേച്ചിറ കോവിലകം എന്ന ശക്തൻ കൊട്ടാരം കേന്ദ്രമായി. കേരളീയ വാസ്തുശൈലിയുടെ ഉത്തമോദാഹരണമായിരുന്നു കൊട്ടാരത്തിന്റെ നിർമ്മിതി. വടക്കിനിയും തെക്കിനിയും കിഴക്കിനിയും പടിഞ്ഞാറ്റിനിയുമായി അസൽ 4 കെട്ട്. ഊട്ടുപുരയും അടുക്കളയും ഉരൽപുരയുമെല്ലാം ഈ കെട്ടിൽ തന്നെ. പിന്നീട് ഡച്ച് വാസ്തുവിദ്യ കൂടി ചേർന്നതോടെ കൊട്ടാരം ഇന്ന് കാണുന്ന രീതിയിലായി. കൊട്ടാരത്തോട് ചേർന്നുണ്ടായിരുന്ന മാന്തോപ്പ് ഇന്ന് കാണുന്ന സ്റ്റേഡിയമായി മാറി. അന്നത്തെ കുതിരപ്പന്തിയുടെ സ്ഥാനത്ത് ഇന്ന് ഇൻഡോർ സ്റ്റേഡിയം. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും കൊട്ടാരം നിന്ന ചെറുപട്ടണത്തെ ചുറ്റിയുള്ളതായിരുന്നു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുമുണ്ടായിരുന്നു. കാൽനാട്ടുകരയും അരനാട്ടുകരയും മുക്കാൽനാട്ടുകരയും ഇന്നത്തെ കാനാട്ടുകരയും അരനാട്ടുകരയും മുക്കാട്ടുകരയുമായി മാറി. പ്രൗഢമായ ഒരു ഭൂതകാലത്തിന്റെ പരിച്ഛേദവുമായി നിൽക്കുന്ന ശക്തൻ കൊട്ടാരത്തിൽ ദിനംതോറും നിരവധി സന്ദർശകരെത്തുന്നു. പൈതൃകോദ്യാനവും വടക്കേച്ചിറയും നഗരത്തിന്റെ ജീവശ്വാസവും ജീവകണങ്ങളുമാകുന്നു. ആധുനിക രീതിയിലുള്ള നഗരമാതൃകയും ഹൃദയമെന്ന പോലെ തേക്കിൻകാട് മൈതാനവും രൂപീകരിച്ച രാജവീക്ഷണത്തെ സ്മരിക്കാതെ ജില്ലയുടെ പിറന്നാൾ കടന്നുപോകുന്നില്ല. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ 14 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ ഒരുക്കിവിറ്റ് ഷൊർണൂർ കൊച്ചി തീവണ്ടിപ്പാത നിർമ്മിച്ചതടക്കമുള്ള ശക്തകഥകൾ വരും കാലത്തിലും വിസ്മരിക്കപ്പെടില്ല. ന്യൂസ് ഡെസ്ക് TCV.